നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ തിയോഡലൈറ്റിലെ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്ന റിപ്പിറ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഡിനറി മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ റിപ്പിറ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. റിപ്പിറ്റേഷൻ മെത്തേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് റിപ്പിറ്റേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആവർത്തനം എന്നാണ്, അല്ലേ? അപ്പോൾ ആവർത്തിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ റിപ്പിറ്റേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓർഡിനറി മെത്തേഡിൽ ചെയ്ത സെയിം പ്രോസസ്സ്, അതായത് 0-ൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് വയ്ക്കുന്നു, എയിൽ 0 സെറ്റ് ചെയ്യുന്നു, ബൈസെക്റ്റ് ചെയ്യുന്നു, അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് ബിയിലേക്ക് നോക്കുന്നു, അല്ലേ? ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ റിപ്പിറ്റേഷൻ മെത്തേഡിലും ചെയ്യുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലല്ലേ, ലെഫ്റ്റ് ഫേസിലല്ലേ നമ്മൾ ചെയ്യുന്നത്, അത് 3 തവണ നമ്മൾ ചെയ്യണം. റൈറ്റിൽ വെച്ചിട്ട് 3 തവണ നമ്മൾ ചെയ്യണം. അങ്ങനെ മൊത്തം 6 തവണ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. ബാക്കി എല്ലാ പ്രോസസ്സും സെയിം തന്നെയാണ്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ? അതായത് ഇപ്പം നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഓയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നു, അതിനുശേഷം 0 സെറ്റ് ചെയ്ത് നമ്മൾ എയിലേക്ക് ബൈസെക്റ്റ് ചെയ്ത് കറക്റ്റാക്കി വെക്കുന്നു. ഇതുവരെയുള്ള എല്ലാ പ്രോസസ്സും നമ്മുടെ ഓർഡിനറി മെത്തേഡ് പോലെ തന്നെ. അതിനുശേഷം നമ്മൾ ബിയിലേക്ക് റൈറ്റ് സ്വിങ് ചെയ്ത് ബിയിലേക്ക് നോക്കി നമ്മൾ ആംഗിൾ എടുക്കുന്നു. ഫസ്റ്റ് ആംഗിൾ നമ്മൾ എടുക്കുന്നു, ആദ്യത്തെ ആംഗിൾ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം ആ ആംഗിൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ റൈറ്റ് സ്വിങ് ചെയ്ത് എടുക്കുമ്പോൾ അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെടുക്കാറ്, ഈ ബിയിലേക്ക് നോക്കിയിട്ട് നമ്മൾ ആംഗിൾ എടുത്തത്. കഴിഞ്ഞ മെത്തേഡിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ സമയം നമ്മുടെ ലോവർ ക്ലാമ്പ് ടൈറ്റായിട്ടാണ് ഇരുന്നിരുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഈ ബിയിലേക്ക് ബൈസെക്റ്റ് ചെയ്ത് ആംഗിൾ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ എയിലേക്ക് പോകണം, അല്ലേ? തിരിച്ച് നമുക്ക് എയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് ലോവർ ക്ലാമ്പ് ലൂസ് ആക്കണം. അതായത് റിവേഴ്സ് പോകുന്ന സമയത്ത് അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ റിവേഴ്സ് കൊണ്ടുപോയി എയിൽ കൊണ്ടുപോയിട്ട് എയിലുള്ള റേഞ്ചിങ് റോഡിനെ ബൈസെക്റ്റ് ചെയ്തിട്ട് ടാൻജൻറ്റ് സ്ക്രൂ ഒക്കെ ഉപയോഗിച്ച് കറക്റ്റായി ബൈസെക്റ്റ് ചെയ്ത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബിയിൽ ഫസ്റ്റ് റീഡിങ് എത്രയാണോ എടുത്തത് ആ റീഡിങ് തന്നെയായിരിക്കും നമുക്ക് എവിടെ കിടക്കുന്നുണ്ടാവുക, എയിൽ കിടക്കുന്നുണ്ടാവുക. അതായത് ഈ ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്യുമ്പോൾ നമ്മൾ റീഡിങ് ചേഞ്ച് ആവില്ല. മനസ്സിലായോ? ഇത് എയിലേക്ക് നോക്കി ബൈസെക്റ്റ് ചെയ്ത് ബിയിൽ എത്രയാണോ നമുക്ക് കിട്ടിയത് അത് തന്നെയായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, എയിലെ റീഡിങ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോവർ ക്ലാമ്പ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അപ്പർ ക്ലാമ്പ് ലൂസാക്കി വീണ്ടും നമ്മൾ ബിയെ നോക്കും. മനസ്സിലായോ? വീണ്ടും നമ്മൾ ബിയെ നോക്കും. അപ്പം നമുക്ക് വീണ്ടും റീഡിങ് ചേഞ്ച് ആവും. ഓക്കെ. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ബിയിലുള്ള റീഡിങ് എടുക്കും, അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും ലോവർ ക്ലാമ്പ്, അത് റിവേഴ്സ് വരണം നമുക്ക് എയിലേക്ക്, അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്ത് വീണ്ടും എയിലേക്ക് നോക്കി നമ്മൾ എന്ത് ചെയ്യും, ബൈസെക്റ്റ് ചെയ്ത് വെക്കും. ആ വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും റീഡിങ്, ബിയിൽ രണ്ടാമത് കിട്ടിയ അതേ റീഡിങ് തന്നെയായിരിക്കും നമുക്ക് എയിൽ നിൽക്കുന്നുണ്ടാവുക. വീണ്ടും നമ്മൾ ലോവർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് വീണ്ടും നമ്മൾ 3ാമത്തെ വട്ടം നമ്മൾ ബിയിലേക്ക് നോക്കുന്നു. അപ്പോൾ നമുക്ക് ബിയിലെ 3ാമത്തെ റീഡിങ് നമുക്ക് കിട്ടും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിം അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് ലോവർ ക്ലാമ്പ് ലൂസാക്കി എയിലേക്ക് വരുന്നു. അപ്പോൾ എയിലെ ആ സെയിം റീഡിങ് ആയിരിക്കും. അപ്പോൾ 3 തവണ നമ്മൾ ഒരു പോയിന്റിൽ തന്നെ റിപ്പീറ്റ് ചെയ്തു. ആ 3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴും 3 റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തിയോഡലൈറ്റിൻ്റെ ഫേസ് നമ്മൾ റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. ഈ റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ വീണ്ടും ചെയ്യും. എങ്ങനെ ചെയ്യും, ഇൻസ്ട്രുമെൻ്റ് എവിടെ വയ്ക്കും, റൈറ്റ് ഫേസിൽ വെച്ചിട്ട്, അതായത് വെർട്ടിക്കൽ സർക്കിൾ റൈറ്റ് ഫേസിൽ വെച്ച് വീണ്ടും എയിലേക്ക് 0 സെറ്റ് ചെയ്ത് എയിലേക്ക് നോക്കി ബൈസെക്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും,
സ്വിങ് ചെയ്യുമ്പോൾ റൈറ്റിലാണ് നമ്മുടെ ഫേസ് ഇരിക്കുന്നതെങ്കിൽ സ്വിങ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് ചെയ്യണം. മനസ്സിലായോ? റൈറ്റിലാണ് നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നതെങ്കിൽ സ്വിങ് ചെയ്യണത് എങ്ങനെയായിരിക്കണം? ലെഫ്റ്റിലോട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് സ്വിങ് ചെയ്തു, എയെ നോക്കി ബൈസെക്റ്റ് ചെയ്തു. അപ്പോൾ 0 0 ആണ്, അത് ചേഞ്ച് ഇല്ല. 2 അപ്പർ ക്ലാമ്പ് ലോവർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ബിയിലേക്ക് നോക്കുന്നു. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് ബിയിലേക്ക് നോക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് റീഡിങ് എടുക്കുന്നു. പിന്നെ നമ്മൾ റിവേഴ്സ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോവർ ക്ലാമ്പ് ലൂസാക്കുന്നു. സെയിം നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ പ്രോസസ്സ്. അതായത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിയിലേക്ക് പോകുമ്പോൾ അപ്പർ ക്ലാമ്പ് ലൂസാക്കണം, തിരിച്ച് റിവേഴ്സ് വരുമ്പോൾ ലോവർ ക്ലാമ്പ് ലൂസാക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്താ? ലോവർ ക്ലാമ്പ് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ റീഡിങ് ചേഞ്ച് ആവില്ല. അപ്പർ ക്ലാമ്പ് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ റീഡിങ് ചേഞ്ച് ആവും. ഇങ്ങനെ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും 3 തവണ ഈ സെയിം പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 റീഡിങ്ങുകൾ നമുക്ക് കിട്ടും. 3 3 6 റീഡിങ് നമുക്ക് കിട്ടും. ഇനിയാണ് നമ്മളതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത്. ഈ റിപ്പീറ്റ് ചെയ്ത ആ നമ്പർ കൊണ്ട് നമുക്ക് കിട്ടിയ ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ട് ലെഫ്റ്റും റൈറ്റും കിട്ടും. അപ്പോൾ ഇതിൽ ചെറിയൊരു പ്രോബ്ലം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലെഫ്റ്റിലും റൈറ്റിലും കിട്ടിയ ആംഗിൾസിനെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മളതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആക്യുറസി ആവശ്യമായ സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റിപ്പീറ്റേഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും ആക്യുറസി ആവശ്യമായ സ്ഥലങ്ങളിൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള എറർ പോലും നമുക്കിതിൽ ഉണ്ടാവില്ല. അതിനാണ് നമ്മളിങ്ങനെ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് രണ്ടിൻ്റെയും ആവറേജ്, ലെഫ്റ്റും റൈറ്റിൻ്റെയും ആവറേജ് എടുത്ത് നമ്മളിതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് റിപ്പീറ്റേഷൻ മെത്തേഡ്. അതായത് ഓർഡിനറി മെത്തേഡ് പോലെ തന്നെയാണ്, എങ്കിലും നമ്മളിതിൽ 3 തവണ, ലെഫ്റ്റിൽ 3 റൈറ്റിൽ 3, അങ്ങനെ മൊത്തം 6 തവണ നമ്മളിത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പോൾ റിപ്പീറ്റേഷൻ മെത്തേഡ്. ബാക്കി റീഡിങ് എടുക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. ഓക്കെ.